പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് കാണുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. ഇതിലൂടെ പ്രശസ്തരായ, ജീവിതം മെച്ചപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ട്. പല മേഖലകളിലുള്ള വിവിധ ആളുകൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കുറച്ച് നാളുകൾ മുന്നോട്ട് പോകുന്നതാണ് ഈ ഷോയുടെ പ്രത്യേകത. ഷോയിൽ നിലനിൽക്കാനും വോട്ട് വർദ്ധിപ്പിക്കാനും ഭൂരിഭാഗം ആളുകൾ പിന്തുടരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ലവ്. ഇങ്ങനെ മറക്കാത്ത ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രണയമാണ് സീസൺ 1-ലെ ഫസ്റ്റ് റണ്ണറപ്പായ പേളി മാണിയുടെയും ശ്രീനിഷ് അരവിന്ദിന്റെയും പ്രണയം. ഇത് കണ്ടാണ് പിന്നീട് പലരും ലവ് സ്ട്രാറ്റജി ഉപയോഗിച്ചു തുടങ്ങിയത്. ഇതുവരെ ഷോയിൽ പങ്കെടുത്തവരിൽ പലരും വിജയത്തിന് വേണ്ടിയാണ് ലവ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പേളിയുടെയും ശ്രീനിഷിന്റെയും പ്രണയം മത്സരത്തിന് വേണ്ടി ആയിരുന്നില്ല, അത് യഥാർത്ഥമായിരുന്നു. ഷോയിൽ നിന്നും പുറത്തെത്തിയപ്പോൾ ഇരുവരും വിവാഹിതരായി. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരദമ്പതികളാണ് ഇരുവരും. മാതൃകാ ദമ്പതികളായി തന്നെയാണ് ഇരുവരും ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പേളി മാണി അവതരിപ്പിക്കുന്ന പേളി മാണി ഷോയ്ക്ക് വലിയ സ്വീകാര്യതയാണുള്ളത്. കഴിഞ്ഞ ദിവസം പേളി മാണി ഷോയിൽ ബൈസൺ സിനിമയുടെ പ്രൊമോഷനായി ധ്രുവ് വിക്രമും രജിഷ വിജയനും എത്തിയിരുന്നു. ടോക്ക് ഷോയുടെ അവസാനം ധ്രുവിന് അറിയേണ്ടിയിരുന്നത് പേളി ശ്രീനിഷ് ബിഗ് ബോസ് പ്രണയകഥയായിരുന്നു. ഒരുപാട് തവണ പലപ്പോഴായി ഇരുവരുടെയും പ്രണയകഥ മലയാളികൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നും വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങൾ ഈ ഷോയിൽ പറഞ്ഞിരുന്നു. ആദ്യ ആഴ്ചയിൽ എവിക്ഷനിൽ ഉൾപ്പെടാൻ ശ്രീനിയെ താൻ നോമിനേറ്റ് ചെയ്തിരുന്നുവെന്ന് പേളി വെളിപ്പെടുത്തി. ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസൺ ആയിരുന്നു. ആദ്യ ദിവസം ശ്രീനിയെ കാണുമ്പോൾ അവന്റെ പേര് പോലും എനിക്കറിയില്ലായിരുന്നു. അവനെയും എനിക്കറിയില്ല. ശ്രീനിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പേര് ചോദിച്ചു. പക്ഷെ ശ്രീനി മറുപടി പറഞ്ഞപ്പോൾ എന്റെ ശ്രദ്ധ മറ്റുള്ളവരിലായിരുന്നു. ഞാൻ അവനെ അത്രമാത്രം ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. മാത്രവുമല്ല, ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ ശ്രീനിയെ ഞാൻ നോമിനേറ്റും ചെയ്തു. ദോശയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കി എന്നതായിരുന്നു കാരണം. ദോശയ്ക്ക് വേണ്ടി പോലും വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രീനിക്ക് ഹൗസിൽ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ആ ആഴ്ച ശ്രീനിയും എന്നെ നോമിനേറ്റ് ചെയ്തു. എനിക്ക് പക്ഷേ അതറിയില്ലായിരുന്നു. പുറത്തു വന്ന് എപ്പിസോഡ് കണ്ടപ്പോഴാണ് അത് മനസ്സിലാക്കിയത്. ഞാൻ ഞെട്ടിപ്പോയി എന്നും പേളി പറയുന്നു. വളരെ സന്തോഷത്തോടെയാണ് ധ്രുവ് ഈ പ്രണയകഥ കേട്ടുകൊണ്ടിരുന്നത്. സംസാരിക്കാത്ത ആളുകൾ പോലും പേളിയുടെ ചാറ്റ് ഷോയിൽ പങ്കെടുത്താൽ വളരെ ആക്റ്റീവായി മാറും. ധ്രുവിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. പേളിയുമൊത്തുള്ള ചാറ്റ് ഷോ മാത്രമല്ല, പേളി മാണി ഷോ അണിയറ പ്രവർത്തകരെയും ധ്രുവിന് ഇഷ്ടമായി. എങ്ങനെ ഇത്ര ആക്റ്റീവായ ടീമിനെ രൂപപ്പെടുത്തിയെടുത്തു എന്ന് ചോദിച്ചപ്പോൾ പേളിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: സമയമെടുത്താണ് ഇതുപോലെ ഒരു ടീമിനെ രൂപപ്പെടുത്തിയത്. ഞാനും ഒരു എഡിറ്ററാണ്. എൻ്റെ വീഡിയോകളെല്ലാം ഒരു സമയത്ത് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തിരുന്നത്. എൻ്റെ വെബ് സീരീസ് അടക്കം ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അഡോബ് പ്രീമിയർ പ്രോ അറിയാമെന്നും പേളി പറയുന്നു. പേളിക്ക് അവതാരകയുടെ റോൾ മാത്രമേ ഉള്ളൂ. ഗസ്റ്റിന്റെ കാര്യം മുതൽ അപ്ലോഡിംഗ് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നത് ശ്രീനിഷാണ്. അഭിനയ ജീവിതം ശ്രീനിഷ് മാറ്റിവെച്ചത് പേളിയുമായുള്ള വിവാഹശേഷമാണ്. പേളി മാണി ഷോയ്ക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നത് ശ്രീനിഷാണ്. ഒരിക്കൽ ഗായിക സുജാത മോഹനും മകൾ ശ്വേത മോഹനും പേളി മാണി ഷോയിൽ വന്നപ്പോൾ താൻ ഇവിടെ ഇരിക്കാൻ കാരണമായതിനെ കുറിച്ചും ശ്രീനിഷ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ പേളി വളരെ ഇമോഷണലായി സംസാരിച്ചിരുന്നു. തന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ശ്രീനിഷാണെന്ന് അന്ന് വ്യക്തമായി പേളി പറഞ്ഞിരുന്നു.